ഹലോ ഗായ്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസം രാവിലെ കേട്ടോ. അച്ഛൻ രാവിലെ പോയി കണിക്കൊന്നയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വിഷുവിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ തുടങ്ങുക കേട്ടോ. കണിക്കൊന്നയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അനിയൻ പോയി പറവൂര് പോയിട്ട് നമ്മുടെ പടക്കങ്ങൾ കുറേ മേടിച്ചിട്ടുണ്ട്. പടക്കങ്ങളില്ല, കമ്പിത്തിരി, പൂത്തിരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ വൈകുന്നേരം നമ്മുടെ പടക്കം പൊട്ടിക്കലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാവേനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ മെയിൻ. പക്ഷേ ആൾക്കത് കണ്ടിട്ട് ഭയങ്കര പേടിയായി. അപ്പോൾ ആളെയും കൊണ്ട് ഞാൻ അകത്തേക്ക് വന്നതാണ്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റമാണ് കേട്ടോ. കൊട്ടുമുറ്റം ഇല്ല, നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ വെച്ച് സെറ്റാക്കിയതാണ്. അപ്പോൾ വാവേനെയും കൊണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് നമുക്ക് അവിടെ വെച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടുപോയതാണ്. പക്ഷേ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആളെയും കൊണ്ട് അമ്മ താഴേക്ക് കൊണ്ടുപോയിട്ടോ. പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഇട ഭയങ്കര പേടിയായിട്ട്, പൂത്തിരിയെ കത്തിക്കുന്നത് ഭയങ്കര പേടിയായി. എന്നിട്ട് ആളെയും കൊണ്ട് താഴേക്ക് കൊണ്ടുപോയി. നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് പോയി ഇന്ന് പടക്കം പൊട്ടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. മുറ്റമില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതുപോലെ പടക്കമൊക്കെ പൊട്ടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. എല്ലാ സാധനങ്ങളും കൊണ്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് വരണം. ഇതിപ്പോൾ എൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഇതെൻ്റെ വീട്ടിലാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ രാവിലത്തെ കണിയാണ്. കണി നമ്മുടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വലിയ ആർഭാടമൊന്നുമില്ല, എന്നാലും നമ്മുടെ രീതിയിൽ കണിയൊക്കെ നമ്മൾ നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ കുളിച്ച് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാനും വാവയും കൂടിയാണ് അമ്പലത്തിൽ പോയത്. അമ്മക്ക് കറികളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് അമ്മ വന്നില്ല. പായസമൊക്കെ ഉണ്ടാക്കാനുള്ള അമ്മ വന്നില്ല. ഞാനും വാവയും കൂടി രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പായസമൊക്കെ നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടപ്രഥമനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പായസം. ഇത് അച്ഛൻ നമ്മുടെ ബാക്കി വന്ന കണിക്കൊന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തൂക്കിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഊണിനുള്ള ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അരിയാം കേട്ടോ. ഇത് എരിശ്ശേരിക്കുള്ള മത്തങ്ങ ഞാൻ അരിഞ്ഞൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മൾ സദ്യയല്ല ഉണ്ടാക്കുന്നത്, നോൺ വെജാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പച്ചക്കറി ഐറ്റംസൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എരിശ്ശേരി വെച്ചതാണ്. നമ്മുടെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി റെഡിയാക്കാനുള്ള സംഭവങ്ങളൊക്കെ ആണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഈ മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്കിന്ന് മാമ്പഴപ്പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും ഒരു മാങ്ങാക്കറിയൊക്കെ ആയിരിക്കും നോൺ വെജ് ഐറ്റംസിന് കൂടുതലും വെക്കാറ്. ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ മാമ്പഴപ്പുളിശ്ശേരി വെച്ചു. ഇവിടെ വെച്ചിട്ടും കുറേ നാളായിട്ടോ. മാമ്പഴപ്പുളിശ്ശേരി വെച്ചിട്ട് കുറേ നാളായി. അപ്പം ഇന്നങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ച് വെക്കുന്നതാണ് മാമ്പഴപ്പുളിശ്ശേരി. അങ്ങനെ നമ്മൾ ഓരോ കറികളായിട്ട് റെഡിയാക്കി മാറ്റി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിനും സഹായിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അമ്മയാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡിയാക്കുന്നുണ്ട്. ഇതിന് പിന്നെ ഒരുപാട് വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറി റെഡിയാവും. അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കറി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത കറികളിലേക്ക് പോകാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ പോർക്ക് കറിയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഇതൊന്നും വാങ്ങാറില്ല, ബീഫായിരിക്കും കൂടുതലും വാങ്ങാറ്. നമുക്കിവിടെ ഞായറാഴ്ചയൊക്കെ നല്ല ബീഫ് കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ആയതുകൊണ്ട് നല്ലൊരു ബീഫ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോർക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോർക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ ബീഫ് മേടിക്കാൻ വേണ്ടി പോയതാണ്, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ പോർക്ക് കറി നമ്മുടെ സ്റ്റൈലിലാണ് വെക്കുന്നത്. പിന്നെ എപ്പോൾ വെച്ചാലും നമുക്കത് നല്ല സൂപ്പറായിട്ട് കിട്ടാറില്ല. ഇന്നപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ വെക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെക്കണം എന്നൊരു ഉദ്ദേശത്തിൽ വെക്കുന്നുണ്ട്. ഈ കറി ഉണ്ടാക്കാൻ നമുക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ഡൗട്ടിലാണ് നമ്മൾ വെക്കണേ കേട്ടോ. ബീഫൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാനൊക്കെ നല്ല രീതിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മളെപ്പോഴും ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് ഒരു ഡൗട്ട് നന്നായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഉണ്ടാക്കിയൊക്കെ വന്നപ്പോൾ വിചാരിച്ച പോലെ കേട്ടോ, നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിലിട്ടേക്കുന്ന ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങൊന്നും അങ്ങനെ ഇട്ട് വെക്കാറില്ല. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചതാണ്. അങ്ങനെ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മീൻ കറി കേട്ടോ. അയില മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അയിലക്കറി വെച്ചു. നമ്മുടെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. സദ്യ എന്ന് പറയാൻ പറ്റില്ല, ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ്, കറികളെല്ലാം.
ഒരുപാടൊന്നുമില്ല. പോർക്ക്, എരിശ്ശേരി, മാങ്ങാക്കറി, പിന്നെ അച്ചാർ, പപ്പടം, പായസം, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഐറ്റംസ്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് മാങ്ങാക്കറി കേട്ടോ. മാങ്ങാക്കറി, മാമ്പഴക്കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ പായസം, അടപ്രഥമൻ പായസം, ഇത് നമ്മൾ കണിയുടെ കൂടെ വെച്ചതാണ് കേട്ടോ ഈ പായസം. അങ്ങനെ പപ്പടം നമ്മളിനി ഇലയിലേക്ക് വിളമ്പുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ഒരു ഇലയിൽ ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കും. അതിപ്പോൾ എപ്പോഴും വെക്കാറുണ്ട്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ നമ്മളങ്ങനെ വെക്കാറുണ്ട്. അപ്പം അതിനായിട്ട് വിളമ്പുകയാണ് കേട്ടോ. നമ്മളങ്ങനെ വിളമ്പി മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ കഴിക്കാറ്. പിന്നെ ഇന്നൊരുപാട് വൈകി കേട്ടോ. 2:30 ആയി നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ തന്നെ. അങ്ങനെ നമ്മളെല്ലാം വിളമ്പിയിട്ട് നമ്മൾ എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ എല്ലാ കറികളും. ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. വാവ ആ സമയത്ത് ഫുഡൊക്കെ കഴിച്ച് വാവനെ അച്ഛനടുത്തേക്കായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം വാവിനെയും കൊണ്ട് പുറത്തേക്കൊന്ന് വന്നു. അവിടേക്കൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. ആള് രാവിലെ തൊട്ട് ഉറക്കമായിരുന്നു. പിന്നെ ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. ഇതിപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടോ. ഭയങ്കര മഴക്കാറായിരുന്നു. ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരമെല്ലാം. ഭയങ്കര മഴക്കാറ്, ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര കാറ്റ്. രാവിലെ ഒന്നും അങ്ങനെ മഴക്കാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മുകളിൽ പോയി പടക്കം പൊട്ടിച്ചില്ല കേട്ടോ. നമ്മൾ താഴേക്ക് നിന്ന് തന്നെ ബാക്കി പടക്കം പൊട്ടിച്ചു. അങ്ങനെ നമ്മുടെ വിഷു കഴിഞ്ഞു. ഹാപ്പി വിഷു എല്ലാവർക്കും.